വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ പോയ കാര്യം നടന്നില്ല എന്നതിന് പിള്ള പറയുമ്പോൾ അതെങ്ങനെ നടക്കും, നടക്കത്തില്ലടോ, തന്നെ കൊണ്ടൊന്നും നടക്കത്തില്ല. പണം പലിശ പിരിച്ചിരുന്നത് വിഷ്ണു ആണെങ്കിൽ അവൻ ചങ്കുറ്റം കൊണ്ടാണ്. അടിക്കുമെന്ന് പറഞ്ഞാൽ അടിച്ചിരിക്കും. പിന്നെ നിങ്ങളാണെങ്കിൽ അടിക്കുമെന്നും പറഞ്ഞ് ചെന്നാൽ നിങ്ങളുടെ മുഖത്തായിരിക്കും അടി കിട്ടുന്നത്, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുക. അന്നേരം അത് ശരിയാ സാറേ, ചങ്കുറ്റമൊക്കെ ഉണ്ടെങ്കിൽ പൈസ വാങ്ങിക്കത്തുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഒരാൾ വേണമെന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്തിനാണോ പുതിയ ആളിനെ തിരക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു എവിടെയാണ് താമസിക്കുന്നതെന്ന് തിരക്ക്. അമ്മയും മോനും ചെറിയൊരു പിണക്കമല്ലേ ഉള്ളൂ, അതുകൊണ്ട് താൻ പോയി അന്വേഷിക്കുക, എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാൻ നോക്കി. ഇങ്ങനെ രാഘവൻ നായർ സമാധാനത്തിൽ പിള്ളയോട് പറയുകയാണ്. തുടർന്ന് പൊന്നിയാണെങ്കിൽ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. പിള്ള എടുക്കുകയാണ്. അന്നേരം രാഘവൻ സാറേ ചായ തന്നെ കൊണ്ടുവയ്ക്കോളണം എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അന്നേരം സത്യാമ്മയ്ക്ക് ചായ കൊടുത്തോന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് പിള്ള. അന്നേരം ഇല്ല, കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പിള്ള രാഘവൻ നായർക്കുള്ള ചായ അവിടെ വെച്ചിട്ട് പിന്നെ പിള്ളയോട് പൊന്നി ചായ അവിടെ വെച്ചിട്ട് പിള്ളയോട് പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും കുടിപ്പിക്കണേ. അന്നേരം നിങ്ങൾ എന്താടോ കണ്ണും കണ്ടുകൊണ്ട് അഭിനയിക്കുന്നത്, പോ എന്നും പറഞ്ഞിങ്ങനെ പൊന്നിയെ വഴക്ക് പറയുകയാണ്. തുടർന്ന് പൊന്നി അങ്ങ് പോയ ശേഷം പിള്ളയാണെങ്കിൽ ആ ചായ എടുത്ത് രാഘവ സാറേ ചായ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട, കൊണ്ട് പൊയ്ക്കോളണം എന്ന് പറഞ്ഞ് വീണ്ടും പിള്ളയോടും ദേഷ്യപ്പെടുകയാണ്. അതിനുശേഷം സത്യഭാമയുടെ അടുത്തേക്ക് പൊന്നി ചായയായിട്ട് ചെല്ലുന്നുണ്ട്. സത്യാമ്മയെ ചായ എന്ന് പറയുമ്പോൾ അത് അവിടെ വെച്ചേക്കെന്ന് പറയുകയാണ്. എന്നിട്ട് രാഘവേട്ടൻ എന്തെങ്കിലും കഴിച്ചോ ചോദിക്കുകയാണ്. അന്നേരം ഇല്ല, ഒന്നും കഴിച്ചിട്ടില്ല, ചായ ഞാൻ കൊണ്ട് വെച്ചിട്ടുണ്ട്, കുടിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം ചാവട്ടെ, പട്ടിണി കിടന്ന് ചാവട്ടെ, അല്ല എല്ലാവരും ചാവട്ടെ, അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങിയാൽ ജനസംസാരം പലതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനു മുന്നേ ഭാമയാണെങ്കിൽ നേരത്തെ മാത്യുവിൻ്റെ മകൻ പറഞ്ഞ് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളെ കൊണ്ട് പൈസ പിരിക്കാൻ സാധിക്കില്ല, 10 പൈസ നിങ്ങൾ ചെന്നാൽ ആരും തരില്ല എന്നൊക്കെ പറഞ്ഞത്. അന്നേരം ആളുകൾക്ക് എന്താ പറയാൻ വയ്യാത്ത സത്യാമ്മ ഇങ്ങനെ പറയാം, അതിൽ കാര്യമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. അന്നേരം കാര്യമൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ എൻ്റെ മകനെ കൊന്നിട്ട് മറ്റൊരുത്തൻ്റെ കൂടെ ഇപ്പോൾ അവൾ സുഖമായിട്ട് താമസിക്കുന്നു, പിന്നെ അങ്ങനെയല്ലേ അവരുടെ ജീവിതം, എനിക്കിപ്പോൾ ഒരു സത്യം ഉണ്ടെന്ന് തോന്നുകയാണ്. എന്തായാലും ഞാനൊരു അങ്ങനെയല്ലേ അവരുടെ ജീവിതം, ഞാൻ എന്തായാലും ഒരു തീരുമാനമെടുത്തു. എൻ്റെ വിഷ്ണുവിൻ്റെ മക്കൾ എന്തായാലും ഒരു രണ്ടാനച്ഛൻ്റെ തണലിൽ ജീവിക്കേണ്ട, അവരിവിടെ വളരണം, സത്യയും പപ്പിയും ഇവിടെ സത്യഭാമയുടെ കൊച്ചുമക്കളായിട്ട് വിഷ്ണുവിൻ്റെ മക്കളായിട്ട് വളരണം, അവരെ ഞാൻ കൊണ്ടുവരും എന്നൊക്കെ ഇങ്ങനെ ഭാമ പറഞ്ഞ് വിഷമിക്കുകയാണ്. വിഷമത്തോടെയാണ് പറയുന്നത്. പൊന്നി അതൊക്കെ കേട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഈ സമയം അവിടെ കുടുംബശ്രീ ഹോട്ടലിൽ ഗോപാലകൃഷ്ണൻ ശ്യാമയും രോഹിത്തും ഒക്കെ ഉണ്ട്, ജോലിക്കാരും ഒക്കെ ഉണ്ട്. അന്നേരം പോകാവുന്നിടത്തൊക്കെ ഞാൻ അന്വേഷിച്ചു എന്നിനി ഗോപാലകൃഷ്ണൻ പറയുമ്പോൾ ഞാനും കുറേയൊക്കെ അന്വേഷിച്ചു, അവിടെ എങ്ങും ചെന്നിട്ടില്ല, ഇതിപ്പോൾ ഇനിയിപ്പോൾ എവിടെ പോയി തിരക്കാനാണെന്ന് പറയുമ്പോൾ ശ്യാമ ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ശ്യാമ പറയുന്നുണ്ട് അന്വേഷിക്കാൻ പിന്നെ കഴിവുള്ളവരുണ്ടല്ലോ, ജില്ല ഭരിക്കുന്ന ആളല്ലേ, അങ്ങോട്ട് അന്വേഷിക്കട്ടെ എന്ന് പറയുകയാണ്. നിങ്ങളൊന്നും പോയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്ന്. അന്നേരം നീ ശാലിനിയാണോ കുറ്റപ്പെടുത്തുന്നത് എന്നിങ്ങനെ രോഹിത്ത് ചോദിക്കുകയാണ്. അന്നേരം പിന്നെ അതേന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ നല്ല ബെസ്റ്റ്, 2 കാലിൽ മന്തുള്ള ആൾ ഒരു കാലിൽ മന്തുള്ള ആളിനെ കുറ്റപ്പെടുത്തുന്നു, നന്നായിരിക്കുന്നു, ആശുപത്രിയിൽ പോയിട്ട് പിന്നെ ശാരികയുടെ മനസ്സിൽ വിഷം കുത്തിവെച്ചത് നീയല്ലേ, കുഞ്ഞിനെ കാണാനില്ല എന്നും പറഞ്ഞു. എന്നിട്ടാണ് ഇങ്ങനെ പറയാനായിട്ട് നിനക്ക് ഒരു ഉളുപ്പില്ലേ ചോ, അല്പമെങ്കിലും ഉളുപ്പ് വേണമേടി എന്ന് പറയുകയാണ്. അന്നേരം എനിക്ക് ഉളുപ്പ് ഒന്നുമില്ല, ഞാൻ മാനം കെട്ടവൾ തന്നെയാണ്, എന്നാലും കുഞ്ഞിനെ ശാരി ചേച്ചി ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചത് ആരാണ്, കുഞ്ഞേച്ചി തന്നെയാണ്. കുഞ്ഞിനെ വളർത്താനായിട്ട് ഏറ്റാൽ അത് നടപ്പിലാക്കണമായിരുന്നു, അല്ലാതെ വല്ലവർക്കും കൊണ്ട് കൊടുക്കുകയല്ല വേണ്ടതെന്ന് പറയുകയാണ്. രോഹിത്ത് ദേഷ്യത്തോടെ കൊണ്ട് ചാടി എന്നേക്കാണ്, വല്ലവർക്കും കൊണ്ട് കൊടുത്തോ, കുഞ്ഞിനെ കാണാതായി, നീ എന്തിനാണ് ഇങ്ങനെ കാര്യങ്ങൾ വളച്ചൊടിച്ച് പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം അത് പിന്നെ അങ്ങനെ തന്നെയാണ്, സ്വന്തം കുഞ്ഞിനെ എനിക്ക് വളർത്താൻ തന്നതല്ലേ, അപ്പോൾ പിന്നെ വല്ലവരുടെയും കുഞ്ഞിനെ കൊണ്ടുപോയി കളയാനൊന്നും അവർക്കൊരു വിഷമവും കാണില്ല എന്നിങ്ങനെ പറയുമ്പോൾ നീ ഇല്ലാത്തത് പറയരുത് എന്ന് പറഞ്ഞിട്ട് രോഹിത് അങ്ങോട്ട് ശ്യാമയ്ക്ക് നേരെ കൈ ചൂണ്ടി സംസാരിക്കുകയാണ്. നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പലതും ഇവിടെ വിളിച്ചു വരേണ്ടി വരും, ഇല്ലാത്ത ഗർഭം പറഞ്ഞ് ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചവളല്ലേ നീ, അങ്ങനെ എല്ലാവരെയും പറ്റിച്ചു, എന്നിട്ട് അത്രയ്ക്ക് ഇതുള്ള നീയാണെങ്കിൽ അത് പറയാനായിട്ട് നിനക്ക് ഒരു യോഗ്യതയുമില്ല എന്നിങ്ങനെ പറയുമ്പോൾ അങ്ങനെ ആ ഒരു സംഭവം പറയുമ്പോൾ ശ്യാമയ്ക്ക് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. തിരിച്ചൊന്നും പറയാൻ കഴിയുന്നില്ല. ഗോപാലകൃഷ്ണൻ ഇത് കേട്ട് മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. ഈ സമയത്താണ് ശാലിനി അവിടേക്ക് എത്തുന്നത്. നേരെ ശാലിനിയെ കണ്ടിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട്, ഇനി ഇതിൻ്റെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് വഴക്കും ബഹളമൊന്നും ഉണ്ടാക്കണ്ട, ചോദിക്കേണ്ട ആൾ ഉത്തരം തരേണ്ട ആളൊക്കെ ദേ വന്നിരിക്കുന്നു, അങ്ങോട്ട് ചോദിച്ചാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ശാലിനി ഹോട്ടലിലേക്ക് കയറി വരുന്നുണ്ട്. അതൊന്നും ഗോപാലകൃഷ്ണൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുമ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അച്ഛൻ ഇതെങ്ങോട്ടാണ് പോകുന്ന, കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുകയാണ്. അതൊന്ന് ശാലിനി അകത്തേക്ക് കയറിയിട്ട് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ശാരിയേച്ചിയാണെങ്കിൽ എനിക്ക് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കാനായിട്ട് സ്റ്റേഷനിൽ വന്നിരുന്നു, പിന്നീട് കാണാനില്ല, ഇങ്ങോട്ടെങ്ങാനും വന്നു എന്നറിയാം എന്നാണെന്ന് പറയുന്നുണ്ട്. അന്നേരം അവളുടെ കുഞ്ഞിനെയല്ലേ കാണാതായിരിക്കുന്നത്, അപ്പോൾ അവളല്ലേ പരാതി കൊടുക്കേണ്ട, അതിലിപ്പോൾ എന്താ തെറ്റ് എന്നിങ്ങനെ ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ്. അന്നേരം ശ്യാമയും പറയുന്നുണ്ട്, അപ്പോൾ എല്ലാം കൂടി എത്തിച്ചപ്പോൾ എന്നിട്ട് ഇന്നലെ രാത്രി ചേച്ചിയെ കാണാതായിട്ട് ഇപ്പോഴാണ് തിരക്കി വന്നിരിക്കുന്നത്, കൂടെ ഉണ്ട് ഒപ്പം ഉണ്ട്
എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഉത്തരവാദിത്വ ബോധം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്യാമ കളിയാക്കുകയാണ്. അന്നേരം നിന്നോട് തർക്കിക്കാനോ ഒന്നിനുമല്ല ഞാൻ വന്നത്, ശാരി ചേച്ചി ഇവിടെ വന്നോ ഇല്ലയോ ഉണ്ടോ ഇല്ലയോ അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറയുകയാണ്. അന്നേരം ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് ഇല്ല ഇവിടെ ആരുമില്ല, പിന്നെ വല്ല ബസ് സ്റ്റാൻഡിൻ്റെ റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ പോയി തിരക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇനി വല്ല കുളത്തിലോ കായലിലോ ഒക്കെ ചാടിയെങ്കിൽ നേരത്തോട് നേരമായുമ്പോഴേ ശവം പൊങ്ങുകയുള്ളൂ. നീ പോയിട്ട് നാളെ വാ, സമയമില്ല നാളെ വരാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ പത്രത്തിൽ ചരമകോളത്തിൽ നോക്കിയാൽ മതി എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ശാലിനി ആകെ അങ്ങ് വിഷമിച്ച് ദയനീയമായി ഗോപാലകൃഷ്ണൻ നോക്കുകയാണ്. അന്നേരം രോഹിത്തിന് ഇത് കേട്ട് വിഷമം തോന്നുന്നുണ്ട്. രോഹിത് പറയുകയാണ് ശാരി ചേച്ചി അന്വേഷിച്ച് ഞാനും അച്ഛനും ഒക്കെ എല്ലായിടത്തുമൊക്കെ പോയിട്ട് വന്നതേ ഉള്ളൂ, എങ്ങും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ ശ്യാമ പറയുകയാണ് അപ്പോൾ കൊണ്ടുപോയി കളഞ്ഞില്ലേ, ഇപ്പോൾ ചത്തോ ജീവിച്ചോ എന്നൊക്കെ എങ്ങനെ അറിയാം, ഇവിടെ ആയിരുന്നെങ്കിൽ ഞാനെങ്കിലും നോക്കിയണേന്ന് പറയുകയാണ്. അന്നേരം നിൻ്റെ നോട്ടത്തിൻ്റെ കൂടുതലൊന്നും പറയണ്ട, അതൊക്കെ എങ്ങനെയാണെന്നുള്ള എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് പറയുകയാണ്. അന്നേരം ഇവിടെ ആയിരുന്നെങ്കിൽ ജീവനെങ്കിലും ഉണ്ടായിരുന്നേണം, ഇതിപ്പോൾ എങ്ങനെ അറിയാം എന്നിങ്ങനെ പറഞ്ഞ് വീണ്ടും ശ്യാമ ശാലിനിയെ കുറ്റപ്പെടുത്തുകയാണ്. അന്നേരം പിന്നെ എവിടെയെങ്കിലും ചത്ത് കാണുമെന്നൊക്കെ പറയുമ്പോൾ ശ്യാമയെ എന്നിങ്ങനെ ഉറക്കെ വിളിക്കുകയാണ്. അന്നേരം എന്നെ വായെടുത്ത് പേടിപ്പിക്കേണ്ട, എല്ലാം വരുത്തി വെച്ചിട്ട് കുഞ്ഞിനെയും കൊണ്ടുപോയി കളഞ്ഞിട്ട് പുതിയ ഭർത്താവിൻ്റെ അവിടെ സുഖമായിട്ട് കഴിയുകയല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയെന്നും പറഞ്ഞ് ഇങ്ങനെ തല്ലാനായിട്ട് കൈ ഓങ്ങുകയാണ് ശാലിനി. അന്നേരം വേണ്ട എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ്, നീ എന്തിനാ അവൻ്റെ കൂടെ പോയി താമസിക്കുന്നത്, അവൻ നിന്നെ കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം ശാലിനിക്ക് ആകപ്പാടെ അങ്ങ് വിഷമം വരുന്നുണ്ട്. അന്നേരം നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഞാൻ ആദ്യം ഇവിടേക്കല്ലേ കയറി വന്നത്, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലേ, അപ്പോൾ ഒരു അഭയം തന്നത് ആ മനുഷ്യൻ തന്നെയാണ്, ആ ഒരു നന്ദിയും കടപ്പാടും എനിക്കുണ്ട്. എൻ്റെ മക്കളെ പിന്നെ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത് എന്നും വെച്ച് ഞാൻ എൻ്റെ ഭർത്താവായിട്ട് കണ്ടിട്ടൊന്നുമില്ല, എനിക്കറിയാം ഞാൻ എന്താണ് ഏതാണ് എന്നുള്ളതും ആത്മാർത്ഥതയുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ വിലയൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഞാൻ ഇപ്പോഴും നിങ്ങൾ സ്വന്തം രക്തത്തെയാണ് സംശയിക്കുന്നത്, അച്ഛനോട് ശ്യാമയോടുമായിട്ടാണ് പറയുന്നത്, സ്വന്തം രക്തത്തെയാണ് നിങ്ങൾ സംശയിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ കുത്തി മുറിവേൽപ്പിച്ചാലും ആ ഒരു വ്രണം ഇരുന്ന് പഴുത്താൽ പുഴുവരിച്ചാലും ഞാൻ നിങ്ങളെ ശപിക്കത്തില്ല, കാരണം നിങ്ങളിപ്പോഴും എൻ്റെ ആരൊക്കെയാണ് സ്വന്തമാണെന്ന് ചിന്തിക്കുന്നതാണ്, ഞാൻ ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ വിഷമത്തിൽ പിന്നെ ശാലിനി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാണ്. ചെല്ലുമ്പോൾ രാമേട്ടൻ ഡോർ തുറന്ന് കൊടുക്കുന്നുണ്ട്, കാറിൽ കയറി പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന് മുമ്പേ ശാലിനി അതും കൂടി പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ അമ്മ പോലും ഇവിടെ നിൽക്കാത്ത ഇങ്ങോട്ട് ഇറങ്ങിപ്പോയതെന്നൊക്കെ പറയുന്നുണ്ട്, മനസ്സ് ഇത്രയ്ക്ക് നീചമാണല്ലോ എന്നൊക്കെ ശ്യാമയും ഗോപാലകൃഷ്ണനും ഒക്കെ ചേർത്ത് പറയുകയാണ്. എന്നിട്ട് ശാലിനിയും പോകുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ രോഹിത് ഇവരോട് പറയും കിട്ടിയല്ലോ, രണ്ടുപേർക്കും വയറ് നിറച്ച് കിട്ടിയല്ലോ, കഴിയുമെങ്കിൽ മുഖം ഒന്ന് കഴുകിയിട്ട് ദൈവത്തിന് മുമ്പിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ വിളയൊക്കെ എന്നൊക്കെ ഇങ്ങനെ ശ്യാമയെ നോക്കി പറഞ്ഞിട്ട് ആകെ ദേഷ്യപ്പെട്ട് രോഹിത് ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ശ്യാമയ്ക്കൊന്നും പറയാനായിട്ടും കഴിയുന്നില്ല. ഗോപാലകൃഷ്ണൻ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അതേസമയം അവിടെ വീട്ടിൽ ചന്ദ്രയാണെങ്കിൽ പ്രകാശിനെക്കുറിച്ച് ആ ഓർമ്മകളൊക്കെ ഓർമ്മിച്ച് വിഷമിച്ചിരിക്കും, കല്യാണം കഴിച്ചതും സംസാരിക്കുന്നതൊക്കെ ഓർമ്മിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ റാണിയാണെങ്കിൽ കഞ്ഞിയായിട്ട് ചെല്ലുന്നുണ്ട്. ഇത് കഴിക്കുക എന്ന് പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട, എത്രയോ കാലം ജീവിക്കാനുള്ളതായിരുന്നു, എല്ലാം അവിടെ മധുരയിൽ ഒരുക്കി വെച്ചിട്ടല്ലേ പ്രകാശ് വന്ന് എന്നിട്ട് ജീവിക്കാനായിട്ട് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുമ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ്. അന്നേരം ശിവനെ അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ശിവനെ കാണുമ്പോൾ ശിവനെ ചേർന്നങ്ങ് കരയുകയാണ് ചന്ദ്രയാണെങ്കിൽ. അന്നേരം മോള് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് കരയാതിരിക്കാൻ കഴിയില്ല എന്നറിയാമെന്ന് പറഞ്ഞ് റാണിയുടെ കയ്യിൽ നിന്ന് കഞ്ഞി വാങ്ങുന്നുണ്ട്. പ്രകാശിനെ അത്ര പെട്ടെന്നൊന്നും മറക്കസേരയിട്ട് ശിവനങ്ങോട്ടത്തേക്ക് ഇരിക്കുകയാണ്. കട്ടിലിരുന്നാണ് ഈ പിന്നെ ചന്ദ്ര കരയുന്നത്. അന്നേരം കട്ടിലിനടുത്തേക്ക് കസേരയിട്ട് ശിവൻ ഇരിക്കുന്നുണ്ട്, കഞ്ഞി ശിവൻ്റെ കയ്യിലും ഉണ്ട്. എന്നിട്ട് പറയണം മോൾക്ക് പ്രകാശിനെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല എന്നറിയാം, പക്ഷെ അവന് അത്രേ ആയുസുള്ളൂ എന്നൊരു സമാധാനിക്കാം, വിദ്യത്തെടുക്കാനായിട്ട് നമുക്ക് കഴിയില്ലല്ലോ, പിന്നെ എല്ലാ നഷ്ടങ്ങൾ എല്ലാവർക്കും ഉണ്ട്, അങ്ങനെയുള്ള ഇതിലൂടെ കടന്നു പോകുമ്പോഴേ ഓരോരുത്തരുടെ മനസ്സിലാവുകയുള്ളൂ. പിന്നെ മോള് അത്ര പെട്ടെന്ന് മറക്കണമെന്നൊന്നും പറയില്ല, പക്ഷേ പതിയെ മറന്നേ മതിയാവും. മോളുടെ ഒപ്പം നിൽക്കുന്ന ഏട്ടനാണെങ്കിൽ മോളുടെ സന്തോഷം കാണാനാണ്, സങ്കടം കാണാനല്ല, മോളെ ഏട്ടനെ വിഷമിപ്പിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശാലിനി അങ്ങോട്ടത്തേക്ക് വരുന്നുണ്ട്. അന്നേരം ചന്ദ്രയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ശിവൻ ചോദിച്ചു ശരിയല്ലേ ശാലിനിയും ചോദിക്കുകയാണ്. അന്നേരം അതെ, എൻ്റെ അവസ്ഥയൊന്ന് ഓർത്താൽ മതി, ഞാൻ ചന്ദ്രയോട് പറഞ്ഞതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. തുടർന്നാണെങ്കിൽ മോള് കുറച്ച് കഴിച്ചാൽ മതി, 1-2 സ്പൂൺ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ശിവനത് കൊടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ ശാലിനി പറയുന്നുണ്ട് ശിവ ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് കഞ്ഞിയാണെങ്കിൽ റാണിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ശിവൻ കൊടുത്ത് എങ്ങനെയെങ്കിലും കഴിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് ശാലിനി വിളിച്ചെടുത്ത് അങ്ങോട്ട് ഹാളിലേക്ക് പോവുകയാണ്. അന്നേരം റാണിയാണെങ്കിൽ ഈ കഞ്ഞി വീണ്ടും കോരിക്കൊടുക്കും കഴിക്കുമ്പോൾ എത്രയാണ് നേരത്തെ വിശന്നിരിക്കുക, വേറെ എന്തെങ്കിലും വേണം, ഇത് കുറച്ച് കഴിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര വീണ്ടും ഇരുന്നങ്ങ് കരയുകയാണ്.
തുടർന്ന് എന്താ ശാലിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവൻ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ്, എനിക്ക് ഒരു വാടക വീട് കണ്ടെത്തണം, എനിക്ക് കുട്ടികളെയും കൊണ്ട് അങ്ങോട്ടത്തേക്ക് മാറണം എന്ന് പറയുകയാണ്. അന്നേരം അത് ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെ ഉള്ള ബുദ്ധിമുട്ടല്ല, എന്നായാലും മാറേണ്ടതല്ലേ, അപ്പോൾ കുറച്ച് നേരത്തെ ആവാം, നമ്മളെ മാത്രം ചിന്തിച്ചാൽ പോരല്ലോ, ചുറ്റുമുള്ളവരെ കൂടി ചിന്തിക്കണ്ടേ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ എന്ന് പറയുമ്പോൾ ശിവന് മനസ്സിലാവുന്നുണ്ട് ആൾക്കാരെന്തെങ്കിലും പറയൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണെന്നുള്ളത്. അന്നേരം അത് ശരി തന്നെ. പിന്നെ ഒരാളിൻ്റെ വാ മൂടി കെട്ടാം, പക്ഷെ നാട്ടുകാരുടെ മൊത്തം വായി മൂടി കെട്ടാനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. പക്ഷേ ഇങ്ങനെ ആളെ പേടിച്ച് ഓടാനായിട്ട് നിന്നാൽ അത് പിന്നീടും അങ്ങനെ സംഭവിക്കത്തുള്ളൂ. അത് പ്രതികരിക്കുകയാണ് വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, താങ്ങും തണലും ആയിട്ടുള്ളവർ തന്നെ നമ്മളെ കുത്തി നോവിക്കാനായിട്ട് വന്നാൽ തളർന്നു പോവുകയേ ഉള്ളൂ. നമ്മളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ ചങ്കിൽ കുത്തി നോവിക്കാനാണ് നോക്കുന്നത്, അവർ വേദനയുടെ ആഴമാണ് നോക്കുന്നത്, അല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം ശരി നോക്കാം, അങ്ങനെയാണെങ്കിലും നോക്കാം. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ശാലിനി ഒന്ന് കേൾക്കണം. ശാലിനിയും കുട്ടികളും ഇവിടെ ഉള്ളത് ചന്ദ്രയ്ക്കാണെങ്കിൽ ഒരു ആശ്വാസമായിരിക്കും. ഏറെക്കുറെ കുട്ടികളൊക്കെയുള്ള ചന്ദ്രയുടെ മാനസികാവസ്ഥയൊക്കെ മാറാനായിട്ട് സഹായിക്കും. എൻ്റെ ഒരു അഭിപ്രായമാണ്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് മാറാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ശാലിനി ഇങ്ങനെ ഒരു സംഭവം പോലെ നിൽക്കുമ്പോൾ വീണ്ടും പിന്നെ ശിവൻ പറയുകയാണ്, എന്നെങ്കിലും ഒരിക്കലും സത്യാമ്മ കാര്യങ്ങളൊക്കെ തിരിച്ചറിയും, അന്ന് നിങ്ങളെ വീട്ടിലേക്ക് തിരിച്ച് വിളിക്കുക തന്നെ ചെയ്യും. അത് അങ്ങനെ സംഭവിക്കുന്ന സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് വിളിക്കും. പക്ഷേ അതുവരെ നമുക്ക് പരസ്പരം പങ്കുവയ്ക്കേണ്ടത് ദുഃഖങ്ങൾ തന്നെയാണ്. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് താങ്ങും തണലുമായിട്ട് ഒരു കുടുംബം പോലെ ഇവിടെ കഴിയുന്നതല്ലേ നല്ലത്, വേറെ വീട് അന്വേഷിക്കാതെ. അതുവരെ അത് ശാലിനി ഒന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് പറയാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ, വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ തള്ളിക്കളയാം എന്നിങ്ങനെ പറഞ്ഞിട്ട് ശിവനങ്ങ് വെളിയിലേക്ക് പോവുകയാണ്. അന്നേരം ആ ഒരു ശിവൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേട്ടിട്ട് ശാലിനിക്ക് ആകപ്പാടെ സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. തുടർന്ന് ശിവനങ്ങ് ഉമ്മറത്തേക്ക് പോയി അവിടെ ഇരിക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ജനലിൽ കൂടെ ശിവനെ ഇങ്ങനെ നോക്കുകയാണ്. ശിവനെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ശിവനങ്ങ് വെളിയിലേക്ക് നിലാവിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇത്രയുമാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവർ ശാലിനി വേറെ വാടക വീടെടുത്ത് മാറാനായിട്ട് പോകുന്നില്ല, ഇവിടെ തന്നെ താമസിക്കും. സത്യാമ്മേനെ കാര്യങ്ങൾ അറിയുന്നവരെ വേറെ വീട്ടിൽ താമസം ഉണ്ടാവില്ല. പക്ഷേ അടുത്ത എപ്പിസോഡിലാണെന്ന് തോന്നുന്നു സത്യഭാമ കുട്ടികളെയൊക്കെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരുന്ന ആ ഒരു സീനുണ്ട്. അപ്പോൾ പിന്നെ ശാലിനി ശിവനോടൊപ്പം ആ കുട്ടികൾ നിൽക്കുമോ ഇല്ലയോ എന്നുള്ള ആളൊക്കെ പറയാൻ വേണ്ടി ഒരു കാരണമൊക്കെ ആവുകയാണ്. എന്താകുമെന്നുള്ളത് നോക്കാം. ഓക്കെ, താങ്ക് യു.